हिंदी सीखने की कक्षा में आपका स्वागत है। दिन 3 വെൽക്കം ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡേ 3. ഇന്നത്തെ നമ്മുടെ ഹിന്ദിയുടെ ലേണിംഗ് സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്ന സബ്ജക്റ്റ് ആണ് സഹായക ക്രിയ. ഇംഗ്ലീഷിൽ അത് ഓക്സിലറി വെർബ്സ് ആണ്. ഇംഗ്ലീഷിൽ ഈ സാർ ആം ആണ് നമ്മളിവിടെ സഹായക്രിയ ഹേ, ഹേ, ഹോ, ഹു എന്നിങ്ങനെ 4 എണ്ണം പഠിക്കുന്നത്. ഹേ എന്ന ഫസ്റ്റ് സഹായക്രിയ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഈസ് യൂസ് ചെയ്യുന്ന പോലെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹേ എന്ന രണ്ടാമത്തെ സഹായക്രിയ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹം, വേ, യേ. ഇത് കൂടാതെ സിംഗുലർ സബ്ജക്റ്റ് ബഹുമാന സൂചകം വരുമ്പം അതിൻ്റെ കൂടെയും നമ്മളെ ഈ ഹേ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് എക്സാമ്പിൾസ് മനസ്സിലാക്കുമ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടും. അടുത്തത് ഹോ എന്ന സഹായക്രിയ. അത് സാധാരണ നമ്മളെ ഇൻഫോർമൽ ടോക്കിനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സബ്ജക്റ്റ് തും ആണ്. ഇംഗ്ലീഷ് നമ്മൾ യു എന്ന പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ആർ യൂസ് ചെയ്ത പോലെയാണ് ഇവിടെയും. തും എന്ന സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇൻഫോർമലായിട്ട്. നമുക്ക് അതും എക്സാമ്പിളിൽ കൂടെ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അടുത്തത് ഹു എന്നാണ്. അത് നമ്മൾ മേം എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഓക്സിലറി വെർബ് ആം നമ്മൾ യൂസ് ചെയ്തത് ഐയുടെ കൂടെ മാത്രമാണ്. അങ്ങനെയാണ് ഇവിടെ ഹും യൂസ് ചെയ്തത് മേം എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ്. ഇത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എക്സാമ്പിൾസ് ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നമുക്കിവിടെ എക്സാമ്പിൾ 1 by 1 മനസ്സിലാക്കാം. നമ്മൾ ഹേ, ഹേ, ഹോ, ഹും എന്ന 4 സഹായക്രിയകളെ പറ്റിയാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് ഹേ. വഹ് അച്ചാ ഹേ, അവൻ നല്ലവനാണ്. വഹ് ഛാത്ര ഹേ, അവൻ വിദ്യാർത്ഥിയാണ്. വഹ് ഏക് അധ്യാപിക ഹേ, അവൾ ഒരു ടീച്ചറാണ്. യഹ് മേരാ ദോസ്ത് ഹേ, ഇവൻ എൻ്റെ സുഹൃത്താണ്. ഇവിടെ വഹ് യഹ് എന്നുള്ള സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹേ എന്ന സഹായക്രിയ കൊടുത്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ ഈസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് മനസ്സിലാക്കാം. അടുത്തത് നമുക്ക് ഹേ എന്ന സഹായക ക്രിയ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇത് ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ് ആർ യൂസ് ചെയ്യുന്ന പോലെയാണ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ അല്ലാതെ സിംഗുലർ സബ്ജക്റ്റ് ബഹുമാന സൂചകമായിട്ട് പറയുമ്പോൾ അതിൻ്റെ കൂടെയും ഹേ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാം. വേ അച്ചേ ഹേ, അവർ നല്ലവരാണ്. വേ കിലാടി ഹേ, അവർ കളിക്കാരാണ്. യേ കിതാബെ അച്ചി ഹേ, ഈ ബുക്കുകൾ നല്ലതാണ്. യേ മേരെ ദാദാ ഹേ, ഇദ്ദേഹം എൻ്റെ മുത്തശ്ശനാണ്. ഇവിടെ യേ മേരെ ദാദാ ഹേ എന്നുള്ള യേ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ബഹുമാന സൂചകമായിട്ടാണ് ഇവിടെ ഹേ യൂസ് ചെയ്തേക്കുന്നത്. അടുത്തത് ആപ് മേരെ ടീച്ചർ ഹേ, താങ്കൾ എൻ്റെ ടീച്ചറാണ്. ഇവിടെ ആപ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ബഹുമാന സൂചകമായിട്ടാണ് ഇവിടെ ഹേ യൂസ് ചെയ്തേക്കുന്നത്. വേ മേരെ പേരൻസ് ഹേ, അവർ എൻ്റെ പേരൻസ് ആണ്. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റും ബഹുമാന സൂചകവും ഉണ്ട്. അടുത്തത് മേരി മാ ഡാക്ടർ ഹേ, എൻ്റെ അമ്മ ഡോക്ടർ ആണ്. മേരി മാ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അത് ബഹുമാന സൂചകമായിട്ടാണ് ഇവിടെ ഹേ യൂസ് ചെയ്തേക്കുന്നത്. ഹം ശിക്ഷക് ഹേ, ഞങ്ങൾ ടീച്ചേഴ്സ് ആണ്. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെ സിറ്റുവേഷൻ അനുസരിച്ച് ഹേ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് പ്ലൂറൽ സബ്ജക്റ്റും ബഹുമാന സൂചകമായിട്ട് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോഴും ഹേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്ലാരിറ്റി കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് ഹോ എന്ന സഹായക ക്രിയ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇത് ഒരു ഇൻഫോർമൽ ടോക്കാണ്. അതായത് പ്ലൂറൽ സബ്ജക്റ്റായ യുവിൻ്റെ കൂടെ ഓക്സിലറി വെർബിൽ ആർ യൂസ് ചെയ്യുന്ന പോലെയാണ് ഇവിടെയും. തും എന്ന സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഇവിടെ ഹോ യൂസ് ചെയ്യുന്നത്. തും സാധാരണയായി നമ്മൾ നമ്മുടെ സെയിം ലെവലിലുള്ള ആൾക്കാർ, നമ്മുടെ സെയിം ഏജിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ, അതല്ലെങ്കിൽ നമ്മളെക്കാട്ടിൽ ഏജിന് താഴെയുള്ള കുട്ടികൾ, നമ്മുടെ വീട്ടിലുള്ള അനിയനോ അനിയത്തിമാരോ ഒക്കെ കൂടെയാണ് നമ്മൾ സാധാരണ തും ചേർത്ത് സംസാരിക്കാറുള്ളത്. അത് ഇൻഫോർമൽ ടോക്കാണ്, ഫോർമൽ ടോക്കല്ല ഒരിക്കലും. അപ്പോൾ
എങ്ങനെയാണ് അതിവിടെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. തും അച്ചേ ഹോ, നിങ്ങൾ നല്ലവരാണ്. തും മേരെ ദോസ്ത് ഹോ, നീ എൻ്റെ സുഹൃത്താണ്. തും മേരെ ചോട്ടെ ഭായി ഹോ, നീ എൻ്റെ ഇളയ സഹോദരനാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ തും എന്ന സബ്ജക്റ്റിന്റെ കൂടെ ഹോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. തും എന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹോ മോസ്റ്റ്ലി വരാറുള്ളത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് അടുത്തതൂടെ നോക്കാം. ഹു എന്ന ഓക്സിലറി വെർബാണ് അടുത്തത്. ഇംഗ്ലീഷിൽ നമുക്കറിയാം ഓക്സിലറി വെർബ് ആം എപ്പോഴും ഐയുടെ കൂടെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെയാണ് ഇവിടെ മേ എന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹും യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. മേ അച്ചാ ഹും, ഞാൻ നല്ലവനാണ്. മേ ശിക്ഷക് ഹും, ഞാൻ അധ്യാപകനാണ്. മേ ശിക്ഷികാ ഹും, ഞാൻ അധ്യാപികയാണ്. ഇങ്ങനെയാണ് മേ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ഹും യൂസ് ചെയ്യുന്നത്. ഇതിനകത്തും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ 4 സഹായ ക്രിയകളിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഈ സഹായ ക്രിയകൾ വരുന്നതെന്നാണ്. അതനുസരിച്ച് വേണം നമ്മൾ സെന്റൻസുകൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഒരു സെന്റൻസിന് ഫോം കൊടുക്കുമ്പോഴും നമ്മൾ ഈ സഹായ ക്രിയകൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു ചെറിയ ലേണിംഗ് സെഷൻ ഇതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു പുതിയ ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.